പട്ടി കൊണ്ട് ഭരിക്കുന്നവർക്ക് മന്ത്രി 2 ഔൺസ് വീതം അത് ദാനം ചെയ്യുന്നു. പൗലോസേ, നീ എവിടെ നിന്ന് വരുന്നു? അല്ലേ ഇതാരാ? അല്ല, ഇതാരാ? ഉൾബന്ധവുമായ? അതെ, ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീ പോകുന്നത്? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. അന്നാ പിന്നെന്താ നീ ഇവിടെ ഇറങ്ങിയത്? എനിക്കിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം. അപ്പൊ ഞാൻ വരും. ആ പഞ്ചായത്ത് മെമ്പറാണ്ട് ഇവിടെ ചായ കുടിക്കുന്നു. ഗോപാലും വെച്ചേട്ടു. അയ്യോ, ഇയാളല്ല, 7ാം വാർഡ് മെമ്പർ അവറാച്ചൻ. ഓ, അവറാച്ചനോ? എനിക്കും അയാളെ ഒന്ന് കാണണം. ആ ചിട്ടിപ്പണം ഒന്ന് വാങ്ങാം. എന്നാവാ? വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. എന്നാ സുകാര്യം വല്ല ആണോ? എടാ പൗലോ, ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവറാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, നീ എന്നൊന്ന് വിട്ടാ മതി. എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി. ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനൊരു തുണ്ട് കൊടുത്തു വിട്ടാ മതി. അപ്പ കാര്യം സാധിച്ചിരിക്കും. ചേടാ പുഴുവന്തോമ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അമ്മായിടെ വീട്ടിൽ നിന്ന് അപ്പൊ നല്ലവനോ ആയിരിക്കുമല്ലോ. 5 അരേനിക്കെന്താ എന്റെ വയറ്റിനുള്ളിൽ അവര് മുറിവുണ്ട്. പേടിക്കേണ്ട, ഇതെന്നാ നിധിയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട് എടുക്കാനേ. അയ്യോ, 1 രൂപ കൊടുത്താൽ ഏതെന്തിക്കും രക്ഷപ്രഭുവാകാം. പൗലോ, എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ പോവാ. ഇവ 1 ലക്ഷമാ. എന്റെ കർത്താവേ, രക്ഷപ്പെട്ടു. സാർ, ഞാനെല്ലാം പറയാം. അല്ല, ട്രാൻസ്പോർട്ട് ചെക്കിംഗ് ഇൻസ്പെക്ടർ സാറോ? 21 നമ്പർ ബസ് പോയോ? ഇല്ല, ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നു. ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അധികം ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം. ഏതാ സ്ഥലം മാറ്റം ആട്ടെ. സാറിന് വല്ലയിടത്തോട്ടും ട്രാൻസ്ഫോമർ വേണ്ടല്ലേ? പൗലോസേ, എനിക്കൂടെ വേണ്ടക്കാരി. എന്നെ പിടിച്ചു. ഇതിലൊരു കള്ളം വന്നോ? ഇല്ല. എവിടെ ഒളിച്ചാലും ഞങ്ങളവിടെ തപ്പുമ്പോ.
എന്ത് പറ്റിയ പച്ച? ഒരു നേരം ഇങ്ങനെ കഞ്ഞിവെള്ളം തന്നോണ്ടിരുന്നവിടെ ചത്തു പോയടാ പോലെ. അയ്യോ അമ്മച്ചി, അവളല്ലടാ ചത്തത്, നമ്മളെ വീട്ടിലെ പശുവാ ചത്തത്. ഇതിനാണ് ഇത്രയും ബലം ഉണ്ടാക്കിയത്. അപ്പച്ച, അമ്മച്ചി, എനിക്ക് ജോലി കിട്ടി. മക്കളെ കിട്ടി ആ മോട്ടോർ കമ്പനിയിൽ. പിന്നെ നാളെ ജോലിക്ക് പ്രവേശിക്കാനുള്ള കാര്യവും കിട്ടി. എന്നാ കാര്യമാടാ മോനെ? കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി. നിനക്ക് എന്നാ ജോലിയാ കിട്ടിയ മക്കളെ? എനിക്ക് ടൈപ്പിസ്റ്റും ക്ലാർക്കും എല്ലാം ഞാൻ തന്നെ പച്ച. 250 രൂപ ശമ്പളം, പിന്നെ അലവൻസ് ഒക്കെ പിറകെ കിട്ടിക്കൊള്ളും. എന്റെ കർത്താവേ, നേര് പറയടാ മോനെ, നിനക്ക് ജോലി കിട്ടിയോ? കിട്ടിയമ്മച്ചി. പിന്നെന്താ നിന്റെ മുഖത്തിനൊരു വെളിച്ചമില്ലാത്തത്? അത് ജോലി കിട്ടാൻ പോകുന്ന കാര്യവും അതിന്റെ നിലപാടും ഒക്കെ ആലോചിക്കുമ്പോ ഒരു അങ്കലാപ്പ്. നീ വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം കിട്ടുമ്പം ആർക്കും തോന്നും ഈ മാനസിക വൈക്ലഭ്യം. ഇതെന്താ ചേട്ടാ? ഇത് എന്റെ SSLC സർട്ടിഫിക്കറ്റ്. അതും സർട്ടിഫിക്കറ്റാ. അപ്പൊ എത്ര സർട്ടിഫിക്കറ്റാ? അതെ, വേറെ എന്താണ്? ഇല്ല, അവനുണ്ട്. ഓ, ജോലി കിട്ടിയില്ല, അതിന് മുമ്പേ പൊങ്ങച്ചം കണ്ടില്ലേ? എടീ, അവൻ വെയിലത്തെ അരഞ്ഞിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ നീ അവന്റെ ഒരു തള്ള പോലെ ചാടി വീണ് കിഴിച്ചു നോച്ചും ചോദിച്ചാലോ? പിന്നെ ഇല്ലാവില്ലായ്മ പറയരുത് കേട്ടോ. ഇത് ഞാൻ വെളിയെ പോയി തരുമ്പോ ഇത് ഞാൻ എവിടെയെങ്കിലും ഞാൻ തപ്പിയിട്ടുണ്ടോ? നമുക്ക് വയസ്സായി, വേലയും ഇല്ല, തപ്പി നോക്കിയാൽ ഒന്നും ഇല്ല. നിനക്ക് അറിയാം, അതുകൊണ്ടാണ് നീ തപ്പി നോക്കാത്തല്ലാത്ത നിന്റെ ഗുണം കൊണ്ടും നല്ല കേട്ടിട്ട് അതിൽ പൊക്കി നോക്കിയില്ലേ മറിയിച്ച 3000 രൂപ. എന്റെ മാതാവേ, നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത്. ഒന്നുമില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടതാ. ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം 3000 രൂപയാ. നീ വേണ്ട ഉറയ്ക്കോ. മക്കളെ, ഇത്രയും വില കൂടിയ സിൽക്കിന്റെ ചുപ്പാണ് അപ്പനും അപ്പയും എങ്ങനെ ഇരിക്കുന്നു? മകള, ഇപ്പൊ അപ്പച്ചനെ കണ്ട പഴയ ഇളവങ്കൽ തോമസ് ഭാഗവതർ. പിള്ളേരെ മുമ്പിൽ വെച്ചാണ് കുന്ത്രാണ്ടൊക്കെ കാണും. ഞാനേ അറിയാതെ പഴയ കാലം ഒന്ന് ഓർമ്മിച്ചു. ഞാൻ രാജാപ്പാട്ടും ആ ഇളവങ്കൽ തോമസ് ഞാൻ അഹോപ്രകടനം കാണിച്ചുപടി. എന്റെ മോൻ ആദ്യമായിട്ട് ശമ്പളം കെട്ടി രൂപ അവന്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും തുണിയും മണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതൊക്കെ കാണിച്ചു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും അപ്പച്ച. എല്ലാം അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. എടാ, അന്തിത്തിരി കത്തിച്ചാലേ ഒരു തുള്ളി മണ്ണെണ്ണ കടം ചോദിച്ചിട്ട് തരാത്തോടുണ്ടല്ലോ. ഇപ്പൊ വീട്ടിലോട്ട് കയറിയെന്ന് പറയാ. ആശാലെ എത്ര രൂപയ്ക്ക് വേണേലും കടം വാങ്ങിച്ചുണ്ടാട്ടെ, ഇഷ്ടമുള്ളപ്പോ തന്നാ മതിയുള്ളൂ. അത് എന്റെ മോനെ നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്നത്. മോനെ, അമ്മച്ചിക്ക് ഒരു പശുവിനെ മേടിച്ചു തന്നെ മോനെ. ഇതിന് പശുവിനെ വേണ്ടി കുതിര വെച്ചോ. എടാ മോനെ, ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ഈ റെസ്റ്റ് വാച്ച് കളസും ഒക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയായി കാണുമല്ലോ. അഡ്വാൻസ് കിട്ടിയതാ അപ്പച്ച. ഇതാ ബാക്കി 250 രൂപ. അപ്പൊ 500 രൂപ ശമ്പളം ഉണ്ടോ ചേട്ടന്? അത് ആദ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി. ഇനി എന്റെ മോനെ ഒന്ന് കല്യാണം കഴിക്കണം കേട്ടോ. ഞാൻ പറയാം, എന്റെ മോന് സ്ത്രീധനമായിട്ട് 10,000 രൂപ എന്റെ കയ്യിലോട്ട് വന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല. അതിനൊക്കെ ഉള്ളത് വാങ്ങിയാല് അതിന് 5000 രൂപ കൊടുത്ത് ഞാൻ എന്റെ മോളെ കെട്ടി. അത് ഞാൻ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു. ഇനി പൗലോസ് മോൻ വന്ന് പെണ്ണിനെ ഒന്ന് കണ്ടേച്ചാ മതി. അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ലോ നാപ്പി എന്നാ മോൻ പൗലോസ് വന്ന് പെണ്ണൊന്ന് കണ്ടാട്ടെ. ഏത് സൈസ് പെണ്ണ് വേണേലും കച്ചി തിരിച്ച് എലിയ സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലും വേണ്ട. ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ എടുക്കാം. മോനെ കാറ്റുള്ളു പോയി തൂറ്റാനും നീച്ചൽ ആ കാര്യങ്ങൾ. ശരി, എന്നാൽ ഓണാപ്പി വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് പോയി ആലോചിക്കാം. ഈ പെണ്ണിന്റെ തക്കും തരമൊക്കെ എങ്ങനെ ഇരിക്കുന്നു, എന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാൻ നാണിച്ചിട്ടാ അവൻ അയാളെ വിളിച്ചോണ്ട് പോയി.
ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല. ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ്. കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ? അത് എന്റെ ഒരു സ്നേഹിതന് ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ചാ പറ, ഞാനതൊരു വഴി ഉണ്ടാക്കാം.